അതിനൊരു ആ വാർത്ത ഫലം കാണുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷം തോന്നുന്നത് അല്ലേ? റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരൂർ താഴെപ്പാലത്തെ റോഡ് അറ്റകുറ്റപ്പണി നടത്തുമെന്ന് പറയുകയാണ് കുറുക്കോളി മൊയ്തീൻ MLA. ഇന്റർലോക്ക് കട്ട വിരിക്കുന്ന പ്രവൃത്തി ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്നാണ് ഉറപ്പ്. 2024 പാലവും റോഡും പണിത് 8 മാസം കഴിയും മുൻപേ റോഡിൽ കുഴികളായിരുന്നു. പലതവണ കുഴികൾ അടച്ചു. പക്ഷേ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. ഇത് റിപ്പോർട്ട് വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ MLAയുടെ ഇടപെടൽ. നിർമ്മാണം നടത്തി 2 വർഷത്തിനകം റോഡുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ വികസനം കൊണ്ട് എന്ത് നേട്ടമെന്നും അദ്ദേഹം ചോദിക്കുകയാണ്. താഴെപ്പാലം ബ്രിഡ്ജ് ജീർണിച്ചതുകൊണ്ട് വളരെ പഴക്കമുള്ളതുകൊണ്ട് പുതിയ ഒരു പാലം എന്ന ആശയം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാവുകയും അതനുസരിച്ച് പാലത്തിന്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വന്ന് അതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. 5-8 മാസം കഴിഞ്ഞപ്പോഴേക്ക് ആ റോഡിൽ കുഴികൾ വന്നു. കുഴികളേ ഉള്ളൂ, റോഡ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യമല്ല അവിടെ ചെന്ന് കണ്ടാൽ. അങ്ങനെ അവിടെ കട്ട വിരിക്കുക ആ രീതിയിൽ സംവിധാനം ചെയ്തിരുന്നാലേ അത് ഇനി നിലനിൽക്കുകയുള്ളൂ എന്ന അഭിപ്രായമുണ്ടായി. റോഡ്സ് അതിനുവേണ്ട പണം അനുവദിച്ച് ഇപ്പോൾ വർക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം പൂർത്തിയാകുമ്പോഴേക്ക് പോലും റോഡുകൾ തീർത്തും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ വികസനം കൊണ്ട് നമുക്ക് എന്ത് നേട്ടം? സോണൽ കൃഷ്ണയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സോണൽ, അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഈ നിർമ്മാണം നടത്തി 2 വർഷത്തിനകം റോഡുകൾ തകർന്നാൽ ഈ വികസനം കൊണ്ട് എന്ത് കാര്യമെന്നത്. ഏതായാലും ഈ തകർന്ന റോഡിന്, കുഴികൾ നിറഞ്ഞ റോഡിന് ഒരു പരിഹാരം ഉണ്ടാകുന്നു. ഇന്റർലോക്ക് വിരിച്ചുകൊണ്ട് റോഡ് നന്നാക്കുമെന്നാണ് MLA പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വർഷമായി തിരൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അതായത് എറണാകുളത്ത് നിന്ന് തീരദേശ പാത വഴി കോഴിക്കോടേക്ക് പോകുന്ന മുഖ്യ ആളുകളും പ്രധാനമായി ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണ് ഈ താഴെപ്പാലം വഴിയുള്ള റോഡ്. ഈ റോഡ് ഏകദേശം കഴിഞ്ഞ 1.5 വർഷമായി പൂർണ്ണമായി തകർന്ന സ്ഥിതിയായിരുന്നു. പലതവണ കുഴികൾ രൂപപ്പെടുമ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആ കുഴികൾ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ റോഡാകെ കുഴികളായതോടെയാണ് പിന്നീട് കുഴികൾ അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും യാത്രക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതിനെ തുടർന്ന് നമ്മൾ ഉൾപ്പെടെ ഇക്കാര്യം പ്രേക്ഷകരുടെ അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതിന്റെ ഫലമായിട്ട് ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റോഡ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇന്റർലോക്ക് പതിച്ചുകൊണ്ട് അവിടെ ഇനി കുഴികൾ ഉണ്ടാവാത്ത രീതിയിൽ സംവിധാനം ഒരുക്കുമെന്ന് തന്നെയാണ് MLA ഉൾപ്പെടെ ഉറപ്പ് നൽകിയിട്ടുള്ളത്. വിനീത, ശരി, സോണലാണ് വിശദാംശങ്ങൾ നൽകിയത്.